ചേട്ടന്റെ ഒരു മാസ്റ്റർ പീസ് ആണല്ലോ ഈ കുടിയൻ. അതെങ്ങനെയാണ് ശരിക്കും അതിലേക്ക് സ്വിച്ച് ചെയ്തത്? റിയൽ ലൈഫിൽ എന്തെങ്കിലും ഒരു ഇമ്പാക്ട് എന്നും മനസ്സിൽ കിടന്നിട്ടാണോ? ഇപ്പൊ റിയൽ ലൈഫിൽ നിന്ന് ഇത് ഭയങ്കര ആപ്റ്റായിട്ട് കണ്ണാടിയിൽ തോന്നിയിട്ടാണോ ഒരു ദിവസം ട്രൈ ചെയ്തപ്പോ ശരിയായിട്ടാണോ? ജീവിതകഥ പറയൂ. എനിക്കറിയാനുള്ള ആഗ്രഹം കൊണ്ടാ. അതല്ല, ഇത് പറഞ്ഞിട്ട് പുറകോട്ട് പോയെന്താന്നറിയാമോ? വെള്ളം ഉറക്കാനാ. അതല്ല, ഇപ്പൊ കയ്യിലെ അതല്ല. ചേട്ടൻ സ്റ്റേജിലുണ്ടോ, ഓഡിയൻസ് താഴെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കും ആ ഒരു ഐറ്റം ചെയ്യോ എന്നുള്ളത്. അതെങ്ങനെയായിരുന്നു വന്നത്? നമ്മുടെ നാട്ടിൻപുറത്ത് തന്നെ കുറെ പേരുണ്ടല്ലോ, എല്ലാ നാട്ടും വെഞ്ഞാറമൂടെന്നല്ല എല്ലാ സ്ഥലത്തും ഉണ്ട് ലക്ഷ്മി. നമ്മള് കൊറേയൊക്കെ നോക്കി പഠിക്കും. പിന്നെ ഞാൻ കുടിക്കൂല. നീ കുടിക്കാതെ ഫിറ്റല്ലേ? നീ കുടിക്കരുത്. ആൾക്കാരെ കണ്ട് അതാണ് ഞാൻ സ്റ്റേജിൽ ഇമിറ്റേറ്റ് ചെയ്ത് തുടങ്ങിയത്. ഇപ്പൊ നമ്മുടെ അവിടെയൊക്കെ ഞാൻ നേരത്തെയൊക്കെ ചെയ്തിട്ടുള്ളായിരുന്നു. ഈ വീട്ടിലേക്ക് പോകുമ്പോ ഉണ്ടല്ലോ, ചില ആൾക്കാർ കരുതൽ കൂടുതലായിരിക്കും. വൈകുന്നേരമൊക്കെ പോകുമ്പോൾ 4 അടിച്ച് സെറ്റായി പോയാലും വീട്ടിലെത്തേക്ക് എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് പോകും. അത് ഈ ഉണക്കമീനാണ്, കരുവാട്. നമ്മളവിടെ കരുവാട് ഇങ്ങനെ വാങ്ങിച്ചു വെച്ചിട്ട് ഇത്ര പുഴയിൽ വെള്ളമുണ്ട്. അത് റിയലി അവിടെ ഉള്ളൊരു ക്യാരക്ടറാ. ശരി, ഇങ്ങനെ നടന്നു പോകുമ്പോ വെള്ളം ഇങ്ങനെ, അപ്പൊ ഒരു ഉണക്കമീൻ താഴെ പോയി. താഴെ പോയ ഉടനെ എന്ത് വെള്ളത്തിൽ വീണാലും സ്ട്രെയിറ്റ് പോകില്ലോ, ഇങ്ങനെയല്ലേ പോവുള്ളൂ. ഉടനെ ഇയാള് ഒരെണ്ണം താഴെ പോയപ്പോ പൊക്കോ, പോയി രക്ഷപ്പെട്ടോ. ഉണക്കമീനല്ല, അതെങ്ങനെ രക്ഷപ്പെടും? നീ ആ കലത്തോട് ഇനി തന്നെ ആർട്ട് ഡിപ്പാർട്ട്മെന്റ് ഇതേ കണക്കത്തെ 10-15 കുപ്പി ഉണ്ടാക്കി വെക്കും. നീ ഇത് വച്ചോ, നമുക്ക് വേറെ ആരെങ്കിലും ആവശ്യം കൂടെ ബാക്കി നീ എടുത്തു. ഇതിന് വേണ്ടിട്ട് ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു. ശരിക്കും നമ്മളിതുപോലെ ഈ ഗൾഫിൽ നിന്ന് വരുമ്പോൾ നമുക്ക് സ്പ്രേ, പെർഫ്യൂം, അത്തർ ഇങ്ങനത്തെ കാര്യങ്ങളോടൊക്കെ ആയിരിക്കുമല്ലോ ക്രേസ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. പക്ഷെ ഗൾഫിൽ നിന്ന് വരാതെ അല്ല, മറ്റുള്ളവരുടെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു ചേട്ടന് പണ്ടേ വള്ളിനിക്കർ എന്തോ ആ ഒരു കളസത്തോട് എന്തോ ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ടല്ലോ. ഞാനെല്ലാം പഠിച്ചേട്ടാ, ഞാൻ വിശുദ്ധ ഡ്രസ്സായിട്ട് ഇടുന്നതാണ്. അതിന്റെ ഒരു കഥ പറയൂ. ഞാൻ 10ാം ക്ലാസ്സിലും കണ്ട പഠിക്കുകയാണ് ആ സമയത്ത്. അപ്പോഴാണ് എൻ്റെ ആദ്യത്തെ സ്റ്റേജ് ഷോ. അത് എങ്ങനെ വിളിച്ചോണ്ട് പോകുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ കൂട്ടുകാരെല്ലാവരും കൂടെ അമ്മുമ്മയൊക്കെ മരിക്കുന്ന ദിവസമേ, എല്ലാ അമ്മമാരും അല്ല, അമ്മുമ്മ മരിച്ച ദിവസം നമ്മളവിടെ പോകും. പിന്നെ ഒരു 3-4 ദിവസം കഴിയുമ്പോൾ പിന്നെ കോമഡി ആണല്ലോ അവിടെ. അങ്ങനെ നിന്ന് വർത്താനം പറയുന്നതായിട്ട് എൻ്റെ ഒരു മുരളിമാവൻ പറഞ്ഞു, എടാ നിനക്ക് ഒരു പ്രോഗ്രാം അവതരിപ്പിച്ചൂടെ? ഞാൻ പറഞ്ഞു, ഇതാ നീ ഇപ്പൊ ഇവിടെ കാണിക്കുന്നത് എല്ലാം കൂടെ ചേർത്ത് ഒരു സ്റ്റൈല്. അങ്ങനെ അപ്പൊ ബാധ്യതയായി. അപ്പൊ പിന്നെ കൂടുതൽ പഠിക്കാൻ തുടങ്ങി. ഒരു സ്കിറ്റ് തന്നെ അടിച്ചു മാറ്റി നമ്മളെല്ലാം റിഹേഴ്സൽ ചെയ്ത്, ഞാൻ സലീം അങ്ങനെ നമ്മളെ സുഹൃത്തുക്കളെല്ലാം കൂടെ കരകുളത്ത് എന്നിറങ്ങി. കരകുളത്ത് എന്നപ്പോ ആ ഐറ്റം അവതരിപ്പിക്കാൻ വള്ളിനിക്കറില്ല. വള്ളിനിക്കറാണ് അതിലെ മെയിൻ. അങ്ങനെ അതില്ലാത്തതുകൊണ്ട് ചെന്നിങ്ങനെ കമ്മിറ്റിക്കാരുടെ പറഞ്ഞു, വള്ളിനിക്കർ നിർബന്ധമുണ്ട്. അതില്ല. നോക്കിയപ്പോൾ ഒരു മാമ ഇങ്ങനെ ഒരു വള്ളിനിക്കർ ഇട്ട് ശകലം കാണാൻ തൊഴുതുകൊണ്ടിരിക്കുകയാണ്. നീ അദ്ദേഹത്തിൻ്റെ വേണം ചെയ്യാം, കുഴപ്പമുണ്ട്, നീ ധൈര്യമായിട്ട് എന്ന് ചോദിച്ചാൽ ഞാൻ അവിടെ ചെന്നിട്ട്, മാമ എനിക്ക് ഇത്തിരി ആ നിക്കറൊന്ന് ഊരിത്തരാമോ? ആ നിക്കറൊന്ന് ഊരിത്തരാ പ്രോഗ്രാമിന് കാരണം പോടാന്ന് പറഞ്ഞാൽ, പിന്നെ പാവം തെറി പറഞ്ഞെങ്കിലും അവസാനം അവിടെ വന്നിട്ട് ഇതെല്ലാം ഊരിത്തന്ന് പരിപാടിയും കളിച്ചിട്ട് നമ്മൾ ഇതിന്റെ ഈ കയ്യടിയിൽ അങ്ങ് വിട്ടുപോയി. മറ്റേ ഐറ്റം അവിടെ തന്നെ ബാക്കി ഇരിക്കുകയായിരുന്നു. മാമൻ അഭിമാനിക്കാം. അന്ന് ആ പൊടിമീശക്കാരൻ ഇന്നത്തെ ആരാ? അന്ന് മാമൻ ഊരിക്കൊടുത്ത വള്ളിക്കളസം. സുരേട്ടൻ കള്ളുടിയും ചെയ്തതിന് ശേഷമൊക്കെ നമ്മൾ കള്ളുടിയൊക്കെ ചെയ്തു. ഈ കള്ളുടിയിൽ ഈ പറഞ്ഞതുപോലെ ഒരുപാട് മാനറിസങ്ങളുള്ള ആൾക്കാരുണ്ട്. ഈ കള്ളുടിച്ചിട്ട് നടന്നു പോകുന്ന ഒരാളുണ്ട്. ഈ വിളിക്കുന്ന സമയത്ത് തന്നെ അവിടെ തന്നെ സ്റ്റോപ്പ് ചെയ്തങ്ങ് നിൽക്കും. അപ്പൊ നിന്ന് കഴിഞ്ഞാൽ ബാലൻസ് പോകും. അപ്പൊ നടന്നു പോകുന്ന സമയത്ത് ചേട്ടാ എന്ന് വിളിക്കണം കേട്ടാ. ഇനി നടന്നു പോകുന്ന സമയത്ത് പുള്ളി സ്പീഡിൽ നടന്നു പോയാണ്. ചേട്ടാ ഇതിപ്പോ എന്തിനാ ഇവിടെ കാണിച്ചേ? പകുതി നല്ലൊരു കൗണ്ടർ ഇവിടുന്ന് വന്നോണ്ടിരുന്നു. അത് പറയട്ടെ. ഇനി ഞാനൊരു സാധനം കാണിക്കാം. പണി കഴിഞ്ഞിട്ട് ഒക്കെ തിരിച്ചു പോകുമ്പോ നമ്മൾ ലാസ്റ്റ് ഈ മീനൊക്കെ വില കുറയുമല്ലോ. ആ പണി കഴിഞ്ഞിട്ട് വില കുറയാൻ വേണ്ടിയിട്ട് ഈ ആൾക്കാരൊക്കെ പോണ വരെ നിൽക്കും ഇങ്ങനെ മീനിന്റെ കടയുടെ അവിടെ നിന്നിട്ട്, ഇപ്പൊ എത്രയായി ചാളക്ക് എത്ര, ഇപ്പൊ എത്രയായി? അവർ അത് ഇപ്പൊ 50 രൂപ പറഞ്ഞിട്ടുണ്ട്. ഈ കൊന്നിയും കുറയും. അങ്ങനെ തീരാറായി. ആ പാട്ടയിൽ കുറച്ച് മീൻ വരും. അതെല്ലാം കൂടി ഒരു 10-15 20 രൂപയ്ക്ക് എടുത്ത് കൊടുക്കും. ഈ കവർ പിടിച്ചിട്ട് അയാൾ പോണത്, ഈ കവർ ആടുമല്ലോ, ഈ കവറിന്റെ ആട്ടത്തിലാണ് പുള്ളി റൂട്ട് പോണത്. ഇത് അങ്ങനെ ആടുമ്പോ ഇവിടെ പറയാൻ കാര്യം
കൊടുക്കാം അത് തന്നെ അത് കൊടുക്കാം. അവിടെ രക്ഷിച്ചു കുഞ്ഞിനെ രക്ഷിച്ചു. ദാ എന്റെ കാലാണ് പിടിക്കേണ്ടത്. എന്നെ രക്ഷിച്ച ഞാനാ. അല്ല ആദ്യം ആ കൗണ്ടറിനുള്ള കാര്യം പിടിക്കും. എന്റെ വെഞ്ഞാറമുണ്ടിന്ന് വന്ന് എന്നെ രക്ഷിക്കാൻ. ഇങ്ങനെയാണെങ്കിൽ റിയൽ ലൈഫിലെ അഭിനയം ഒപ്പിയെടുക്കാൻ ആ കന്നഡ മരിയുടെ ബിനീഷ് ബാസ്റ്റൻ വരൂ. ഫ്ലവേഴ്സ് 9ാം വാർഷിക നിറവിൽ